എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് പഴവും ഗോതമ്പ് പൊടിയും വെച്ചൊരു പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. 2 പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ പൊളിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ പഞ്ചസാരയല്ല ചേർക്കുന്ന ശർക്കരയാണ്. ഞാൻ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്തത്. അതെല്ലാം കൂടെ ആ പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ ഒരു തവിക്കൊരു 3 തവി ഗോതമ്പ് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ പഴത്തിനും ശർക്കരയ്ക്കും ചേരാൻ പാകത്തിനുള്ള പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണ്. അതൊരു 2 ടേബിൾ സ്പൂണുണ്ട്. ഒരു 3-4 ഏലക്കയുടെ കുരുവെടുത്ത് അത് പൊടിച്ച് വേണേലും ഇടാം. ഒരു നുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്ത പഴം കൊണ്ട് മാത്രം ഇതിന് വെള്ളം പാകത്തിന് കിട്ടിയാല. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കാം. വെള്ളത്തിന് പകരം പാൽ ഇഷ്ടമുള്ളവർക്ക് പാലൊഴിച്ചാലും മതി. ഞാനിവിടെ വെറും പച്ചവെള്ളമാണ് ഒഴിച്ചത് ഞാൻ പാകത്തിന് ലൂസാക്കി എടുക്കുന്നത്. കണ്ടോ? ഈ പരുവത്തിലാണിപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത്. കണ്ടോ? ഇനി ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല സ്വാദാണ് ഇങ്ങനെ നെയ്യും കൂടെ ഇട്ട് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ. 4 മണിക്കൊക്കെ വെറും 5 മിനിറ്റ് മതി ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. ഒട്ടും താമസമില്ല. നമ്മളിത് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്കിതിനുള്ള സമയം വേണ്ടി വരുന്നുള്ളൂ. ബാക്കി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരം. അത് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പലഹാരം. അതുണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു തവിക്ക് കുറേശ്ശെ ഞാൻ കോരി ഒഴിച്ച് കൊടുക്കുന്നു. ഈ കൈ കൊണ്ടായാലും ഇതെടുത്ത് ഇട്ടാൽ മതി. ഞാനിത് ഈ തവി കൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ പുറം കരിയും ഉള്ളു വേവത്തുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇത് പഞ്ചസാര ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ശർക്കര ചേർത്തത് നമ്മുടെ ആരോഗ്യത്തിന് ശർക്കരയല്ലേ കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്തത്. കണ്ടോ? നന്നായിട്ട് അത് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അത് കോരി മാറ്റാം. ഒത്തിരി അതിൻ്റെ പുറം കരിഞ്ഞു വരണ്ട. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ അതെടുത്താം. ഞാൻ ഈ ഭാഗത്തിൽ അത് കോരി എടുത്തു. കണ്ടോ? നല്ല ഉരുണ്ട് വീറി വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം ഞാൻ 3 തവി ഗോതമ്പ് പൊടി കൊണ്ട് ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സുന്ദര ടേസ്റ്റോട് കൂടിയ പലഹാരം. ഇത് കണ്ടോ? ഞാൻ മുറിച്ച് നോക്കുന്നത് കണ്ടോ? ആ ഉള്ളു നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക്